ഭൂമി മുഴുവൻ നമ്മുടെ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ സ്ട്രാറ്റജിക്കലായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം ആ ക്ഷേത്രം ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് നമുക്ക് അവിടെ പോയി ദർശനം നടത്താൻ പറ്റും. അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം, പുതിയ ക്ഷേത്രം, അതിനുള്ളിൽ വീണയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ശാരദാദേവിയുടെ അതിമനോഹരമായിട്ടുള്ള വിഗ്രഹം, അലങ്കരിച്ച് പൂക്കളമൊക്കെ ആയിട്ട് അലങ്കരിച്ച് നല്ല മാലകളൊക്കെ ഇട്ട് അലങ്കരിച്ച് ആ വിഗ്രഹം, അനാത്മശ്രീ വിഗ്രഹണം എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ഭംഗി കാണൂ എന്നുള്ളത് ശിഷ്യന്മാരോട് പറയുകയാണ്. അത്രമാത്രം വളരെയധികം പ്രത്യേകതകളുള്ള ആദിശങ്കരാചാര്യർ പോലും പോയ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഊർജം അവിടെയുണ്ട്. രണ്ടായിരത്തി 2011 തോന്നുന്നു. പിന്നെ കാശ്മീരി പണ്ഡിറ്റുകൾക്കെല്ലാം ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. കാശ്മീരിലെ പണ്ഡിറ്റുകളൊന്നുമില്ല. 2011 രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരു കാശ്മീരി പണ്ഡിറ്റ്, അദ്ദേഹം ഡൽഹിയിലാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പൗരാണികം അല്ലെങ്കിൽ പഴയ കാലത്ത് തുടങ്ങിയ ആ ഒരു ചടങ്ങ് അദ്ദേഹത്തിന് നിർത്താൻ മടിയാണ്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യും, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഈ തീത്വാളിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കും. കാരണം ഇപ്പോൾ ബോർഡർ, LOCയുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ തീത്വാൾ വരെ ഉള്ളൂ. തീത്വാൾ കഴിഞ്ഞാൽ കിഷൻഗംഗ, ഇതാണ് ബോർഡർ. പണ്ട് യാത്ര തുടങ്ങിയിരുന്ന തീത്വാളിൽ നിന്നാണ്, ഇവിടെ വന്ന് അവസാനിപ്പിക്കും. അങ്ങനെ ഒരിക്കൽ 2011 ഇങ്ങനെ യാത്ര വന്ന് അവസാനിപ്പിച്ച സമയത്ത് അവിടെയുള്ള കുറച്ച് ആളുകൾ ഇദ്ദേഹത്തോട് വന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഈ തീത്വാളിൽ പണ്ടുണ്ടായിരുന്നല്ലോ ഒരു ശാരദാ ക്ഷേത്രവും ഗുരുദ്വാരയും ഉണ്ടായിരുന്നു, മറ്റേത് ശാരദാ പീഠം, ഇത് പണിയണമെന്ന് ഇദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം കാത്ത് സംരക്ഷിച്ചിരുന്ന ഒരു സിഖ് കമ്മ്യൂണിറ്റിയാണ്. ഗുരുദ്വാരയുണ്ടല്ലോ, ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടു, അവരെയൊക്കെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തു, ഇന്നും ഉണ്ട്. പക്ഷെ അവരെല്ലാം എപ്പോഴും ഭീഷണിയുടെ ഇതിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തീത്വാൾ എന്ന് പറയുന്നത് താഴെയാണ്, കിഷൻഗംഗ കഴിഞ്ഞാൽ തൊട്ട് സൈഡിൽ വലിയ മലയാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് ഈ POKയിലെ ആളുകൾ പോകുന്നതും അവർ ടാറ്റ കാണിക്കുന്നതൊക്കെ കാണാം. പക്ഷെ ഫുൾ ഗൺ പോയിന്റിലാണ്. അപ്പോൾ മിലിറ്ററിക്ക് എയർ ഫൈറ്റ് പറ്റും, പക്ഷെ അല്ലാത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നേരെ മുകളിൽ നിന്ന് ഇങ്ങോട്ടാണല്ലോ എളുപ്പം, ഇവിടെ നിന്ന് എന്ത് ചെയ്താലും കാണാൻ പറ്റും. ഇപ്പോൾ ഈ ക്ഷേത്രം പണിയുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പല രീതിയിലുള്ള തടസ്സങ്ങളും വരാം. എന്താണെങ്കിലും ഈ രവീന്ദ്ര പണ്ഡിതാജിയോട് ഇവരിങ്ങനെ അഭ്യർത്ഥിച്ചു. കുറച്ച് അവിടെ ഒരു മുഖ്യൻ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരുടെ എല്ലാം സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ഥലം ഇദ്ദേഹത്തിൻ്റെ പേരിലാണോ എന്നറിയില്ല, ഈ ക്ഷേത്രം പണിയാനായിട്ട് വിട്ടുകൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ശൃംഗേരി ശാരദാ പീഠം, അവിടുത്തെ ഇപ്പോഴത്തെ ശങ്കരാചാര്യ വിധുശേഖര ഭാരതി, അദ്ദേഹം പറഞ്ഞു വിഗ്രഹം, പഞ്ചലോഹ വിഗ്രഹം ശൃംഗേരി മഠത്തിൻ്റെ വകയായിട്ട് തരാം. കാരണം ഒരു ചരിതം പറയുന്നത്, പിന്നീട് ഈ ക്ഷേത്രം തകർക്കപ്പെട്ടപ്പോൾ ഈ കാശ്മീരിലെ ശാരദാ പീഠത്തിലുണ്ടായിരുന്ന ദേവിയുടെ ചൈതന്യത്തെ അന്നത്തെ പുരോഹിതർ അതിൽ നിന്ന് ആവാഹിച്ച്, അത് ദാരു വിഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത്, തടി കൊണ്ടുള്ള വിഗ്രഹം, ആവാഹിച്ചിട്ട് ആ ചൈതന്യമാണ് ശൃംഗേരിയിലെ ശാരദാദേവിയിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ വിഗ്രഹം സ്ഥാപിച്ച്, പണ്ടത്തെ വിഗ്രഹം ദാരു വിഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത് ശൃംഗേരിയിൽ. പിന്നീട് എനിക്ക് തോന്നുന്നു വിദ്യാരണ്യ സ്വാമികളുടെയൊക്കെ കാലഘട്ടത്തിലാണ് ഇന്നത്തെ പോലത്തെ പഞ്ചലോഹ വിഗ്രഹമാക്കി മാറ്റിയത്. അപ്പോൾ ആ ചൈതന്യമാണ് ഇവിടെ. ഇങ്ങനെ ഒരു ചരിതവും പറയപ്പെടുന്നുണ്ട്, ശൃംഗേരി പറയപ്പെടുന്നുണ്ട്. ശൃംഗേരിയിലെ ശങ്കരാചാര്യന്മാർ എന്താണെങ്കിലും ഈ വിഗ്രഹം പണിയാമെന്നും ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ശാരദാ പീഠത്തിലെ ക്ഷേത്രം എങ്ങനെയായിരുന്നു അതൊരു വിഭാവനം ചെയ്ത് അതുപോലെ ഒരു ക്ഷേത്രം കർണാടകത്തിൽ ഇരുന്ന് കല്ലൊക്കെ കുത്തി പിന്നെ വലിയ വണ്ടികളിൽ അവിടെ എത്തിക്കുമായിരുന്നു. പിന്നെ ഒരു 10-15 ദിവസം പണിക്കാർ അവിടെ ഇരുന്ന് ഈ ക്ഷേത്രം പൂർത്തിയാക്കി. അമിത്ഷാജി ഓൺലൈനായിട്ട് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. ശൃംഗേരി ശങ്കരാചാര്യർ വിധുശേഖര ഭാരതി അദ്ദേഹം അവിടെ വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി. അപ്പോൾ അതൊരു 2021 കേട്ടോ, ക്ഷമിക്കണം, 2021 ഈ ക്ഷേത്രം അഭ്യർത്ഥിച്ചത് ഇദ്ദേഹത്തിനോട് പണിയാൻ. 2023-24 ഇത് പൂർത്തിയായി. അപ്പം ഇന്ന് ഇത് ബോർഡറിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം ഞങ്ങളോട് സ്വാമിജി പറഞ്ഞു ഇന്നതൊരു തീർത്ഥാടനമായിട്ട് വികസിക്കുകയാണ്. പക്ഷെ കേരളത്തിൽ നിന്നും ആളുകളൊന്നും പോകുന്നില്ല. കഴിഞ്ഞ വർഷം 10,000-ഓളം പേര് ഭാരതത്തിൽ നിന്ന് പോയി. പക്ഷെ കേരളത്തിൽ നിന്ന് ആരും എന്തോ എത്തുന്നില്ല. ഇപ്പം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം. കേരളത്തിലുള്ളവർ പോകണമല്ലോ, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമല്ലേ. അപ്പോൾ കാലടിയിൽ നിന്നും കാശ്മീരിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു നിങ്ങൾ ആദ്യം ഒത്തിരി പേര് പോകണ്ട, സോഷ്യൽ മീഡിയ കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ളവരെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിവുള്ള
കുറച്ച് പേര് നിങ്ങൾ ചേർന്നിട്ട് ഈ ഒരു യാത്ര നടത്തുക, അവിടെ പോയി ദർശനമൊക്കെ നടത്തി വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിൽ കൊണ്ടുപോയി തിരിച്ച് വന്ന് പിന്നെ ഒരു പതുക്കെ പ്ലാനിങ് തുടങ്ങി. ഒരു ഏപ്രിൽ 1 തൊട്ട് 10 വരെ ഞങ്ങൾ തീരുമാനിച്ചു പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. ശംഖുവിനോടൊക്കെ പറഞ്ഞു. ശംഖു ആദ്യമേ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ എൻഗേജ്മെൻറ്റ് വന്നു. അപ്പോഴാണ് ഡോക്ടർ രാമാനന്ദ്, അദ്ദേഹം കാശ്മീർ ശൈവിസത്തെ പറ്റി വളരെ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം കാശ്മീർ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ പോയിട്ടില്ല, ശാരദാ ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അപ്പം രാമാനന്ദ് പറഞ്ഞു, ചേച്ചി ഞാനും ഉണ്ട്. അപ്പോൾ ശ്രീനാഥ് കാര്യാട്ജി അവർ ഒന്നിച്ചാണല്ലോ. പിന്നെ ശ്രീധരീയത്തിൽ നിന്നും അറിയാമല്ലോ, പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പോലും പറഞ്ഞിട്ടുള്ള ശ്രീധരീയത്തിലെ ഡോക്ടർ അഞ്ജലി, പിന്നെ ധന്വന്തിരീയത്തിലെ ഒരു ഓപ്പോളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് നമുക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. പിന്നെ പനച്ചിക്കാട് ഞാൻ ഈ യോഗി ട്രെയിൽസ് വർക്ക് ചെയ്യുന്നത് പനച്ചിക്കാട് ദേവീക്ഷേത്രം കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീജിത്ത് നമ്പൂതിരി, അദ്ദേഹമാണ് ഈ ട്രാവൽ കമ്പനിയുടെ ഡയറക്ടർ. അപ്പോൾ അതും സരസ്വതി ദേവിയാണ്. അപ്പോൾ അങ്ങനെ കണക്ഷനായി. അതുമല്ല, കുട്ടി സ്വാമിജി ഈ പനച്ചിക്കാട് വന്നപ്പോൾ ഒരു സത്സംഗത്തിന് വന്നതാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, എനിക്ക് ഈ ശാരദാ പീഠവും പനച്ചിക്കാട് ദേവീക്ഷേത്രവും തമ്മിൽ വല്ലാത്ത ബന്ധം തോന്നും. കാരണം പനച്ചിക്കാടിലും ദേവി കുണ്ടത്തിലാണ്, കുളത്തിലാണ്. ദേവിയെ നമുക്ക് കാണാൻ സാധിക്കില്ല, ആ വള്ളിപ്പടർപ്പിനുള്ളിലാണ്. പിന്നെ പൂജയ്ക്കായിട്ടൊരു വിഗ്രഹം മുൻവശത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അവിടെയും നമുക്ക് ദേവിയെ കാണാൻ പറ്റില്ല, ദേവിയുടെ സാന്നിധ്യം കുണ്ടത്തിലാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പിന്നെ ഞാൻ എന്താണ് എന്ന് പറയണം, കാരണം അവിടെ എഴുത്തിനിരുത്തുന്ന അവരുടെ കുടുംബക്ഷേത്രമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും, അപ്പം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചു ഇതൊരു സുഖയാത്രയൊന്നും അല്ല, നമ്മളുടെ നശിപ്പിക്കപ്പെട്ടതും അല്ലെങ്കിൽ ഇതെല്ലാം കാണാനുള്ള യാത്രയാണ്, നമ്മുടെ ചരിത്രം മനസ്സിലാക്കാനും നമ്മുടെ സംസ്കാരത്തെ അറിയാനും അത് എങ്ങനെ നമുക്ക് തിരിച്ചൊരു സിവിലിയൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാമിജി ഞങ്ങൾക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തന്നു. ആ മന്ത്രമാണ് ജയശ്രീ ശാരദേ. ജയശ്രീ എന്ന് പറഞ്ഞാൽ വിജയിക്കട്ടെ, ശാരദാദേവി വിജയിക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണോ ജയശ്രീറാം വിളികൾ മുഴങ്ങിയപ്പോൾ ആ ധാരാളം ഊർജം, എങ്ങനെയാണ് മന്ത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്രയും വൈബ്രേഷൻസ്, തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ വിരുദ്ധ ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ശരിക്കും. അപ്പോൾ എത്രമാത്രം, അതാണ് സമൂഹ പ്രാർത്ഥനയൊക്കെ. അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം വന്നു, അതുപോലെ ആ ശാരദാ പീഠത്തിൽ നമുക്കാരുമായിട്ട് യുദ്ധം ചെയ്യണമെന്നോ പിടിച്ചു പറിച്ചു മേടിക്കണമെന്നോ അല്ല, എങ്കിലും ശാരദാദേവിയുടെ അടിസ്ഥാനം, ആസ്ഥാന സ്ഥലത്ത് ആ ക്ഷേത്രം ഉണ്ടാകണം. അത് ഓരോ ഭാരതീയനും ഹൃദയത്തിൻ്റെ ഒരു വേദനയാകണം ആ ക്ഷേത്രം ഉണ്ടാകുന്നവരെ. കാരണം ഭാരതാംബ നമ്മുടെ അമ്മയാണ്. പലതരത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും, ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. എനിക്ക് ഭാരതം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. നമ്മളുടെ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയുടെ തലയ്ക്ക് ഒരു അസുഖം വന്നാൽ, ശിരസിനൊരു അസുഖം വന്നാൽ ഒരു മോൾക്ക് അല്ലെങ്കിൽ ഒരു മോന് എത്ര വേദന ഉണ്ടാവും. ആ പിടപ്പ് ഭാരതാംബയുടെ ഈ ശിരസിനുള്ളപ്പോൾ വേണം അല്ലേ. ആ ശാരദാ പീഠം അവിടെ തിരിച്ചു വരണം, ആ ക്ഷേത്രം. നമുക്ക് അവിടെ പോയി ദർശനം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടണം. ഭൂമി മുഴുവൻ നമ്മുടെ ആവണം എന്നൊന്നും ഞാൻ പറയണില്ല, കാരണം അതൊക്കെ സ്ട്രാറ്റജിക്കലായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം ആ ക്ഷേത്രം ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് നമുക്ക് അവിടെ പോയി ദർശനം നടത്താൻ പറ്റണം. അതിനായിട്ട് സ്വാമിജി പറഞ്ഞു, പറ്റുന്നിടത്തോളം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. പിന്നെ ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും എല്ലാവർക്കും ഈ ജയശ്രീ ശാരദേ മന്ത്രം പറഞ്ഞു കൊടുത്തു. എല്ലാവരോടും ഒരു 12 തവണ അവിടെ ഇരുത്തി ചൊല്ലിക്കും, അറിയാവുന്നവരിലേക്കെല്ലാം എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും ധാരാളം ആളുകൾ ഇപ്പം അത് ചൊല്ലുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. പിന്നെ അത് ചൊല്ലേണ്ടതിനൊരു രീതിയും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വെറുതെ ജയശ്രീ ശാരദേ ജയശ്രീ ശാരദേ ചൊല്ലിയാൽ പോരാ. നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടെ നിന്നും കാശ്മീരിലെത്തുന്നതായിട്ട്, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള കാശ്മീർ അവിടെ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ ശാരദാപീഠം ഇരിക്കുന്നിടത്ത് എത്തുക. അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം, പുതിയ ക്ഷേത്രം, അതിനുള്ളിൽ വീണയൊക്കെ പിടിച്ചുകൊണ്ടുള്ള ശാരദാദേവിയുടെ അതിമനോഹരമായിട്ടുള്ള വിഗ്രഹം, അലങ്കരിച്ച് പൂക്കളമൊക്കെ ആയിട്ട് അലങ്കരിച്ച് നല്ല മാലകളൊക്കെ ഇട്ട് അലങ്കരിച്ച ആ വിഗ്രഹം, അതിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ തൊഴുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം 12 തവണ ചൊല്ലുക. ഇതാണ് സ്വാമിജി ഞങ്ങളോട് പറഞ്ഞത്. ഇത് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്ത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. ഈ രവീന്ദ്ര പണ്ഡിതജിയുടെ ഒക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു സത്സംഗം പോകുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് കിട്ടിയാൽ
ഈ ഒരു ക്ഷേത്രം പണിയാൻ അദ്ദേഹം എടുത്ത ത്യാഗം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്നറിയാം. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പോകുന്ന സമയത്ത് അദ്ദേഹം നവരാത്രിയാണ്, നമ്മുടെ 4 നവരാത്രി ഉണ്ടല്ലോ, അവിടെ ഉണ്ട്, ഓൺലൈൻ സത്സംഗമൊന്നും വേണ്ട, നിങ്ങൾ നേരെ ഇവിടെ വരും, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങളെ സ്വീകരിക്കാൻ ഞാനുണ്ട്, എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഏപ്രിൽ 1 ഇവിടുന്ന് യാത്ര. നേരത്തെ നമുക്ക് വെബ്സൈറ്റിൽ കയറി ആർമിയുടെ പെർമിഷനൊക്കെ എടുക്കണം, ഇ പാസ് ഒക്കെ എടുക്കണം. ഞാൻ ചോദിക്കാതിരിക്കുന്നു, സാധാരണക്കാരൻ അവിടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ആ ഇ പാസ് ഒക്കെ എടുത്ത് നമ്മൾ നേരത്തെ ഇതെല്ലാം അപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് മെയിലിൽ അക്നോളജ്മെൻറ്റ് വരും, അത് കഴിഞ്ഞ് പിന്നീട് പാസ് വരും. അങ്ങനെയൊക്കെയാണ്. ഈ പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എങ്കിലും പോകുന്ന വഴിക്കെല്ലാം ചെക്കിങ് കാണും, ഈ പെട്ടി ഇതെല്ലാം എടുത്ത് നോക്കുകയൊക്കെ ചെയ്യും. തിരിച്ചു വരുമ്പോഴും നന്നായിട്ട് നോക്കും. വളരെയധികം ചെക്കിങ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ചെക്കിങ്ങിനെ എല്ലാം വളരെ സന്തോഷമായിട്ടാണ് എടുത്തത്. കാരണം ഭാരതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ലേ, കൂടുതലായിട്ട് വിധ്വംസ പ്രവർത്തികൾ നടക്കാതിരിക്കാൻ വേണ്ടി. നമുക്കിപ്പം കാശ്മീരിൽ നിന്ന് അവിടേക്കുള്ള യാത്ര, ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിൽ ഫ്ലൈറ്റിൽ പോയി, അടുത്ത ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ശ്രീനഗർ പോയി. അവിടെ അന്ന് സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു വണ്ടിയിൽ, അർബേനിയ പോലെ വണ്ടി അവിടെ കിട്ടുമായിരുന്നു. അർബേനിയയിലാണ് നമ്മൾ പിന്നെ യാത്ര ചെയ്തത്. കുറച്ച് എന്താ പറയുക, പലതരത്തിലുള്ള കാലാവസ്ഥയൊക്കെയാണ്. മുകളിലേക്ക് ചെല്ലുമ്പോൾ മുഴുവൻ മഞ്ഞ് മൂടിയ ഹിമാലയം. അപ്പം അത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാശ്മീരിൽ കൂടുതൽ നടക്കുന്നുണ്ടോ നമുക്കറിയാമല്ലോ. അപ്പോൾ സ്വാമിജി പറഞ്ഞത് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം കാശ്മീരിൻ്റെ സൗന്ദര്യമാണ്. കാശ്മീരിൻ്റെ സൗന്ദര്യം കാരണമാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അത്രമാത്രം നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ആ മഞ്ഞു മൂടി പൈൻ ട്രീസും ഒക്കെ. ആദിശങ്കരാചാര്യർ പോലും ഈ കാശ്മീരിൽ ധാരാളം കാലം ശ്രീനഗറിൽ താമസിച്ചിട്ടുണ്ട്. സർവജ്ഞപീഠം കയറി കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ശ്രീനഗറിലേക്ക് വരികയാണ് ചെയ്തത്. അവിടെ കുറേ കാലം താമസിച്ചു. ആ താമസിച്ച സമയത്ത് ഈ ശിഷ്യന്മാരെല്ലാം ഈ എന്താ പറയുക ഭംഗിയിലങ്ങ് മയങ്ങിപ്പോയി. അന്ന് ശങ്കരാചാര്യ എഴുതിയ ഒരു സ്തോത്രമാണെന്നാണ് പറയുന്നത്, അനാത്മശ്രീ വിഗർഹണം എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ഭംഗി കാണൂ എന്നുള്ളത് ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പം അത്രമാത്രം വളരെയധികം പ്രത്യേകതകളുള്ള ആദിശങ്കരാചാര്യർ പോലും പോയ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഊർജം അവിടെയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചെടുക്കണം. അപ്പം അതിനായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പോയത്. എന്തായാലും ഈ സരസ്വതി പീഠത്തെ പറ്റി പറയുമ്പോഴും മനസ്സിൽ സങ്കല്പം വെക്കാൻ പറയുമ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള കാശ്മീർ, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, സിനിമകളിലും ചിത്രങ്ങളിലും വീഡിയോസിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ആ കാശ്മീരും ആ നദിയും നദിക്കപ്പുറമുള്ള പുതിയ മനോഹരമായ സരസ്വതി ക്ഷേത്രവും ഒക്കെ ആയിരുന്നു. അപ്പോൾ താങ്കളുടെ വാക്കുകൾ പറയുന്നത് പോലെ ഗുരുവര്യന്മാരുടെ ആഗ്രഹം പോലെ അങ്ങനെ ഒരു ക്ഷേത്രം യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. എന്തായാലും താങ്കളെ വിളിക്കുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങളൊന്നും. വേറൊരു തലത്തിലേക്ക് പോയി. ഇനിയും ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ പ്രതീക്ഷിക്കും. താങ്ക് യു. നന്ദി, നമസ്കാരം.